1448 ഹിജ്റ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. മുഹറം എന്ന ഹിജ്റ വർഷത്തിലെ ആദ്യ മാസം നമ്മിലേക്ക് എത്തുമ്പോൾ ചരിത്രത്തെ മാറ്റിമറിച്ച വിശുദ്ധമായ, ഉത്കൃഷ്ടമായ, ത്യാഗോജ്വലമായ നിരവധി ഓർമ്മകൾ നമ്മളുടെ മനസ്സിൽ നിറയുന്നുണ്ട്. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പട്ടണം എന്നു പ്രസിദ്ധമായ മദീന നഗരിയെ സംബന്ധിച്ച്, ആ പ്രദേശം ലോകത്തിന് നിർണയിച്ചു കൊടുത്ത ദിശകളെ സംബന്ധിച്ചൊക്കെ സ്വാഭാവികമായും നമ്മുടെ മനസ്സുകളിൽ ഓർമ്മകൾ നിറയും. ഹിജ്റ എന്ന് കേൾക്കുമ്പോൾ പൊതുവിൽ പലായനം എന്ന ഒരു ചിന്തയാണ് അതിൻ്റെ ഒരാശയമായി വരുന്നത്. ആമുഖമായി ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജന്മനാട് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ സ്വഹാബികൾ സമാനമായ രീതിയിൽ മക്കയെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയ ആ സംഭവത്തിലൂടെയാണല്ലോ ഇസ്ലാമിന്റെ ഉയർച്ച ശക്തമായത്. ഇത് നമ്മുടെ ഒക്കെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുമായ ഒരു കാര്യമാണ് എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഉയർച്ചയുടെ ഒരടിസ്ഥാനം കൂടിയാണ് ഒരു നാടുപേക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി മറ്റു നാടുകളിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഒരു കവിതയിലൂടെ ആ കാര്യം പറഞ്ഞതും ഞാനിവിടെ സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളൊക്കെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്നവരും അതിന്റെ നേട്ടങ്ങൾ മനസ്സിലാക്കുന്നവരുമാണ്. അതിൽ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഞാൻ എൻ്റെ നാട്, മറ്റൊരു പ്രദേശം, അതിനെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി അള്ളാഹു അത് സ്വീകരിക്കട്ടെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിൽ വന്ന് സേവനം ചെയ്യുന്നയാളാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നാടുകളിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരും കച്ചവടാവശ്യാർത്ഥം പോകുന്നവരുമാണ്. ഒരു തരത്തിൽ അതൊക്കെ ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ തന്നെയും അതൊക്കെ ഒരു ഹിജ്റയുടെ ഭാഗമാണ്. നമ്മളതിൽ അള്ളാഹുവിന്റെ വജ്ഹ് കാക്ഷിക്കുമ്പോ, അതിൽ ഹറാമുകളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോ അള്ളാഹു നമുക്കതിൽ വിജയം നൽകുകയും നമ്മുടെ പരലോക ജീവിതത്തിൽ അതിലൂടെ ധാരാളം ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ശാഫിഈ ഇമാം പറഞ്ഞ കാര്യം ഇതാണ്: തഗറബ് അനിൽ ഔതാനി ഫീ തലബിൽ ഉലാ വസാഫിർ ഫഫിൽ അസ്ഫാരി ഖംസു ഫവായിദി. നാടുകളിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് നീ യാത്രയാവണം. അങ്ങനെ നീ സഞ്ചരിക്കുമ്പോൾ അതിൽ 5 ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നിന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ദൂരീകൃതമായി പോകും. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിന്റെ ജീവിതോപാധികൾ നിനക്ക് നന്നായി സമ്പാദിക്കാൻ കഴിയും. പ്രവാസികളാകുമ്പോ സംസ്ഥാനം വിട്ട് മറ്റു നാടുകളിലേക്ക് പോയി നമ്മളുടെ നാട്ടിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ വരുന്നത് പോലെ അവർക്ക് അതുകൊണ്ട് അതിന് ജീവിതത്തിന്, അവരുടെ ജീവിതോപാധികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഈ യാത്രകളിലൂടെ, പലായനങ്ങളിലൂടെ, മറ്റു പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിലൂടെ നിനക്ക് ധാരാളം അറിവുകൾ നേടാൻ കഴിയും, മര്യാദകൾ പഠിക്കാൻ കഴിയും, നിനക്ക് നല്ലവരുമായി സഹവസിക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞത് പൊതുവിൽ ഹിജ്റ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭൗതികമായും ഉഖ്റവിയുമായി നിരവധി നേട്ടങ്ങൾ നൽകുന്ന കാര്യമാണ്. അതിന്റെ ഏറ്റവും പ്രായോഗികമായ ദീനിന്റെ വളർച്ചയ്ക്ക്, ഔന്നത്യത്തിന് കാരണമായ ഒരു മഹാസംഭവത്തെയാണല്ലോ നമ്മൾ ഹിജ്റ എന്ന് പറയുന്നത്. ഈ വാക്ക് എങ്ങനെ വന്നതാണ്? സത്യത്തിൽ അതിന്റെ അർത്ഥം
ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുക എന്നുള്ളതല്ല. അതിന്റെ ആശയങ്ങളിലൂടെ ഉണ്ടായിത്തീർന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ. ഹജ്ർ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, വെടിയുക എന്നാണ് അതിന്റെ അർത്ഥം. നന്മക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി എന്തും ഉപേക്ഷിക്കുന്നവനാണ് ഹിജ്റ പോകുന്നയാൾ. അൽ മുഹാജിർ. ഹിജ്റ പോകുന്നയാളാരാണ്? ഹിജ്റ ചെയ്യുന്നയാളാരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ ഒരു തത്വമായി നമുക്ക് എടുക്കാം. നമുക്ക് മുഹാജിരീങ്ങളാവാം. എങ്ങനെ? അള്ളാഹു എന്തൊക്കെ കാര്യങ്ങളാണോ ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ സംസ്കാരങ്ങളെ വെടിയാനാണോ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ സംഗതികളെ വെടിയുന്നവനാണ് യഥാർത്ഥ മുഹാജിർ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിക്കും സ്വഹാബികൾക്കും അന്ന് ആവശ്യം റസൂലുള്ളാഹി ജനിച്ച സ്വഹാബികൾ വളർന്ന ആ നാടിനെ വെടിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പോകലായിരുന്നു. അത് അവരുടെ ഹിജ്റയാണ്. നമ്മളുടെ ഹിജ്റ എന്താണ്? നിഷിദ്ധമായ സംസ്കാരങ്ങളെ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ പരിപൂർണമായും ഉപേക്ഷിച്ച് ദീനിന്റെ ആ ഉന്നതമായ ഉജ്ജ്വലമായ രീതികളെയും വഴികളെയും പുൽകുക എന്നുള്ളതാണ്. അങ്ങനെ മുഹാജിരീങ്ങളായി മാറുക എന്നത് ഹിജ്റ വർഷത്തിന്റെ ഈ പ്രാരംഭം നമ്മെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ആ കാലം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരം അഹന്തയുടേതായിരുന്നു. ആ സംസ്കാരം ബിംബാരാധനയുടേതായി. ആ സംസ്കാരം പണത്തിന്റെയും പെരുമയുടെയും മേലിൽ തങ്ങളുടെ അധികാരവും ആധിപത്യവും സ്ഥാപിക്കുന്ന രീതിയിലായിരുന്നു. പണക്കാരായ ആളുകൾ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രങ്ങൾ ഇങ്ങനെ താഴ്ത്തിയിട്ട് അവരുടെ പണത്തിന്റെയും പ്രതാപത്തിന്റെയും വലുപ്പത്തിനനുസരിച്ച് അവരുടെ വസ്ത്രങ്ങൾ പിടിക്കാൻ അവരുടെ പിറകിൽ ഭൃത്യന്മാർ നിരനിരയായി നിൽക്കുമായിരുന്നു. അപ്പൊ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സംസ്കാരത്തെയൊക്കെ നബിയെ നിങ്ങൾ ഹജ്ർ ചെയ്യണം എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമ്മൾ ഓർക്കണം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ. ചെറിയ വാചകങ്ങളാണത്. റസൂലുള്ളാഹിക്ക് വഹയി ഇങ്ങോട്ട് കിട്ടിയപ്പോ ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസികമായിട്ട് പ്രയാസപ്പെട്ട് പുതപ്പിനുള്ളിൽ പോയി റസൂൽ വിശ്രമിക്കാൻ തീരുമാനിച്ചപ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിക്കുകയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, മൂടി പുതച്ചുറങ്ങുന്ന നബിയേ, ഖും ഫഅൻസിർ. റസൂലുള്ളാഹിന്റെ ഒരു പേരാണ് മുദ്ദസ്സിർ. നമുക്ക് ആ പേര് യോജിച്ചോളന്നില്ല. റസൂലുള്ളാഹിനെ പറ്റിയിട്ട് കവിതകളിലൊക്കെ അത് സൂചിപ്പിച്ചത് കാണാൻ കഴിയും. കംലിവാലെ, പുതപ്പ് ഇട്ട് ഉറങ്ങുന്ന ആള്. അഗർ കംലിവാലെ കി റഹ്മത്ത് ന ഹോതി तो इन बेसहारों का क्या हाल होता. ആ കവി വലിയൊരു സംഭവമാണ് ഓർമ്മിപ്പിക്കുന്നത്. മൂടിപ്പൊതച്ചുറങ്ങുന്ന ആള് നമ്മളോടൊക്കെ ഈ കാരുണ്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഹതാശരാകുന്ന നിരാശരാകുന്ന നമ്മളുടെ അവസ്ഥയൊക്കെ എത്ര ദുർബലമായി പോകുന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നബിയോട് പറയാണ്, നബിയെ നിങ്ങൾ എഴുന്നേൽക്ക്, എന്നിട്ട് ആളുകൾക്ക് എന്നെ കുറിച്ച് എന്റെ നയങ്ങളെ കുറിച്ചുള്ള താക്കീതുകൾ നൽകും. പിന്നെയോ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വറുജ്സ ഫഹ്ജുർ. നബിയേ, അങ്ങയുടെ നാഥന്റെ ഔൽകൃഷ്ടത്തെ വാഴ്ത്തുക, ഔന്നത്യത്തെ വാഴ്ത്തുക. വസിയാബക ഫതഹിർ. ഇനി പഴയ സംസ്കാരത്തെ പോലെ നിങ്ങൾ വസ്ത്രം ധരിച്ചാൽ പോരാ. നിങ്ങളുടെ വസ്ത്രങ്ങളെയൊക്കെ നിങ്ങൾ വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. അതിനെ നിങ്ങൾ എല്ലാ നജസ്സുകളിൽ നിന്നും ശുദ്ധിയാക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ഒരു വസ്ത്രധാരണ ശൈലി അവിടെയുണ്ട്. അതൊക്കെ നിങ്ങൾ എന്റെ കൽപ്പന പ്രകാരം അതിനെ അനുസരിച്ചുകൊണ്ട് അതിനെ വൃത്തിയായി കൊണ്ട് നടക്കണം. പിന്നെയോ വറുജ്സ, ആ ബിംബാരാധനയുടെ സംസ്കാരം ഉണ്ടല്ലോ,
നിഷിദ്ധമായ സംസ്കാരങ്ങളുണ്ടല്ലോ, എല്ലാ മാലിന്യങ്ങളും ഉണ്ടല്ലോ. ഫഹ്ജുർ, അതിനെയൊക്കെ നിങ്ങൾ വെടിയണം, അതിനെയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങളുടെ മനസ്സിനെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ സ്ഫുടം ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന ആ ഹിജ്റയുടെ മുമ്പ് തന്നെ അല്ലാഹു തആല ഹജ്ർ ചെയ്യാൻ, വെടിയാൻ, ഉപേക്ഷിക്കാൻ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു ഹിജ്റയുണ്ട്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് മറ്റൊരു ആളുമില്ല, ഒരു ഇലാഹും ഇല്ല. ഒഴിവാക്കുകയാണ്, നമ്മൾ ഹജ്ർ ചെയ്യാണ്, ഉപേക്ഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു ആരാധ്യനാണ് എന്ന് പറഞ്ഞാൽ പോരെ, അള്ളാഹു ആണ് ഇലാഹ്. പക്ഷെ ഇതല്ല, അള്ളാഹു അല്ലാത്ത ഏതൊക്കെ തരത്തിൽ എന്നെ പ്രേരിപ്പിക്കുന്ന, എന്നെ പല വഴികളിലേക്കും കൊണ്ടുപോകുന്ന ബിംബങ്ങളുണ്ടോ, ഇലാഹുകളുണ്ടോ, എന്റെ ചിന്തകളുണ്ടോ, എന്റെ താല്പര്യങ്ങളുണ്ടോ, അതിനെയൊന്നും ഞാൻ വഴിപ്പെടുന്ന ആളല്ല. അതിനോടൊന്നും ഞാൻ എന്റെ മനസ്സിനെ കൊണ്ടുപോകുന്ന ആളല്ല. ലാ ഇലാഹ, ഒരു ഇലാഹുല, ഹജ്ർ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കണം, ഈ ഹിജ്റക്ക് മുമ്പേ എല്ലാ ആവശ്യമില്ലാത്തതിനെയും ഉപേക്ഷിച്ചവരാണല്ലോ ലോകത്തെ ഏറ്റവും ഉത്തമരായി മാറിയത്. ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഓർമ്മിച്ച ഒരു കാര്യം കൂടെ പറയാനാണ്. വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരെ ആ വഴിയിൽ പിൻപറ്റുന്നവർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് പെടാൻ കഴിയണം. ഒരു ഹദീസ് ഞാൻ ഓർമ്മിക്കുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബദഅൽ ഇസ്ലാമു ഗരീബാ, ഇസ്ലാം ഗരീബായിട്ടാണ് അതിന്റെ പ്രാരംഭം കുറിച്ചത്. നമ്മൾ മക്കയുടെ കാര്യം മാത്രം ആലോചിച്ച് നോക്കുക. ഇസ്ലാം ഒരു വിദേശിയായിരുന്നു. അവിടെ അവർക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിനെ അവർ അന്യമായി കണ്ടു. ഇസ്ലാം കൊണ്ടുവന്ന ആൾ അവർക്കിടയിൽ സുപരിചിതനാണെങ്കിലും ദീനുമായി വന്നതോടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അസ്പൃശ്യനായി മാറി, അവർക്ക് താല്പര്യമില്ലാത്തയാളായിട്ട് മാറി. ദീൻ അങ്ങനെയായിരിക്കും എന്നിട്ട് പറയാണ്. അങ്ങനെ ദീനൊക്കെ വികസിച്ചു, എല്ലാവരും ദീനിൽ അംഗീകരിച്ചു, ദീനിന്റെ സാമ്രാജ്യങ്ങൾ രൂപവൽക്കരിക്കപ്പെട്ടു. റസൂലുള്ളാഹി പറയാണ്, വസയഊദു കമാ ബദഅ, അത് തുടങ്ങിയതുപോലെ തന്നെ ആയിരിക്കും ആ ദീന് മടങ്ങി പോകുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദീനുള്ള ആള്, ദീനിന്റെ നയം, ദീനിന്റെ നിയമങ്ങൾ, അള്ളാഹുവിന്റെ ദീനിന്റെ വ്യവസ്ഥകൾ, ഇതൊക്കെ ആളുകൾക്ക് അന്യമായി തോന്നുന്ന ഒരു കാലം വരാനുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളുടെയൊക്കെ പരിസരങ്ങൾ, ചുറ്റുപാടുകൾ, നമ്മളുടെ പൊതുജീവിതത്തിൽ, നമ്മളുടെ കുടുംബ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും നമ്മളൊക്കെ പുലർത്തേണ്ട ദീനിന്റെ ചിട്ടകളൊക്കെ എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ നമ്മൾ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാവും, അന്ന് ദീനുള്ള ആള്, തൊപ്പിയിട്ട ആള്, തലപ്പാവ് ധരിച്ച ആള്, അല്ലെങ്കിൽ അത് പറയുന്ന ആള്, അല്ലെങ്കിൽ അത് പറയുന്ന കാര്യം, ഇതൊക്കെ അന്യമായി പോകുന്ന ഒരു രൂപം വരാനുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഗതം പറയാണ്, ഫതൂബാലിൽ ഖുറബാ, അപ്പൊ വിദേശികൾക്ക് സ്വാഗതം. ഫതൂബാലിൽ ഖുറബാ എന്ന് പറഞ്ഞാൽ ദീനനുസരിച്ച് നടക്കുന്ന, ദീനിന്റെ സംസ്കാരം സ്വീകരിക്കുന്ന ഒരാള് ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ ഗരീബായി, വിദേശിയായി മുദ്രകുത്തപ്പെടും. 14 നൂറ്റാണ്ടും റസൂലുള്ളാഹി പറയാണ്, 2026 അങ്ങനെ ഗരീബായി, വിദേശിയായിട്ട് ഇതിന്റെ പേരിൽ മുദ്രകുത്തപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം അരുളുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്ത് വേണം? ഈ ഹിജ്റ, ഈ അനാവശ്യ കാര്യങ്ങളെ വെടിയാനുള്ള മനസ്സ്, ഈ നിഷിദ്ധ സംസ്കാരങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള മാനസികമായ താല്പര്യം, അത് നമുക്ക് ഓരോരുത്തർക്കും വേണം. ഞാൻ നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്താം. ഹിജ്റക്ക് മുമ്പേ ഹജ്ർ ചെയ്ത ഒരാളെ, അത് മറ്റാരുമല്ല, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയാണ് ഖദീജ ബീവിയുടെ പ്രത്യേകത എന്താണ്? ഖദീജ ബീവിയുടെ ഉപ്പയുടെ പേര് ഖുവൈലിദ് എന്നാണ്. അബ്ദുൽ മുത്തലിബാണ് മക്കയുടെ ഭരണാധികാരി. ഖുവൈലിദ് എന്ന മഹാനായ മനുഷ്യൻ മക്കയിലെ സമ്പന്നനായിരുന്നു, പ്രമുഖനായിരുന്നു.
അബ്ദുൽ മുത്തലിബ് ഏത് കാര്യത്തിനും ആശ്രയിക്കുന്ന സമ്പന്നനായ, മാന്യനായ, പ്രതാപിയായ ഒരാളായിരുന്നു ഖുവൈലിദ് എന്നാണ് അവിടുത്തെ ചരിത്രം. ചരിത്രത്തിൽ പറയുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ യമനിലെ ഭരണാധികാരിയുടെ സ്ഥാനാരോഹണത്തിന് വേണ്ടി പരിസരത്തുള്ള ഭരണാധികാരിയായ അബ്ദുൽ മുത്തലിബിനെ ക്ഷണിച്ചു. കൂട്ടത്തിൽ കൊണ്ടുപോകാൻ അബ്ദുൽ മുത്തലിബ് തീരുമാനിച്ചത് ഖുവൈലിദിനെയായിരുന്നു. കഅബയുടെ പരിസരത്ത് അന്യദേശക്കാര് വരുമ്പോ, കഅബയുടെ പരിസരത്തേക്ക് ഇതര രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ വരുമ്പോ ഭക്ഷണം കൊടുക്കാൻ ഖുവൈലിദ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ വീട്ടിലായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹിനെ കല്യാണം കഴിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കൂടെ അങ്ങ് കൂടിയപ്പോ തന്റെ കച്ചവടവും തന്റെ സമ്പത്തും തന്റെ എല്ലാ സൗകര്യങ്ങളും, ഞാൻ ഈ ഭാഷ നിങ്ങളുടെ മനസ്സിൽ ശക്തമായി ഉറക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, സമ്പത്തിനെ ഹജ്ർ ചെയ്തു, പ്രതാപത്തെ ഉപേക്ഷിച്ചു, എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഹിജ്റ പോകുന്നതിന്റെ 3 കൊല്ലം മുമ്പ് നമ്മുടെ നബിയെ മക്കയിൽ ഉണ്ടായിരുന്ന ഖുറൈശികളും പൗരപ്രമുഖരും കൂടെ ഉപരോധിച്ചു. അവരുടെ ആവശ്യം എന്താണ്? ഹാഷിം കുടുംബക്കാരെ, ഖുറൈശികളെ, നിങ്ങൾ മുഹമ്മദിന്റെ കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾക്ക് വിട്ടുതരണം. എന്തിന്? കൊല്ലാന്. അവര് സമ്മതിച്ചില്ല. ഇദ്ദേഹം പുതിയൊരു മതമായിട്ട് വരികയാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഒരാശയമായിട്ട് വരികയാണെങ്കിലും ഞങ്ങളുടെ കുടുംബക്കാരനാണ്, തൊട്ടാൽ ഞങ്ങൾ പകരം ചോദിക്കും. അതുകൊണ്ട് അവർക്ക് കൊല്ലാൻ ധൈര്യമില്ല. അപ്പൊ എന്തായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ഉപേക്ഷിച്ചു, ഉപരോധിച്ചു. ഇവരുമായിട്ട് കല്യാണ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, ഇവർക്ക് ഭക്ഷണം നൽകാൻ പാടില്ല. ഈ കൂട്ടുകുടുംബങ്ങൾക്ക് ബനൂ ഹാഷിമിന്, റസൂലിനും റസൂലുള്ളാഹിന്റെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നാൽ അതുപോലും നൽകാൻ പാടില്ല. ആ മലഞ്ചെരിവൊന്നും മക്കയിലൂടെ അങ്ങനെ പോകുമ്പോ നമ്മൾക്ക് കാണാൻ കഴിയും. ശുഅബ് അബി ത്വാലിബ്, അതിന്റെ ആ ഇന്ന ഇടായിരുന്നു എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കിട്ടാതെ പച്ചിലകൾ കഴിക്കേണ്ടി വന്നു. കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമുണ്ട്. ആലോചിച്ച് നോക്കണം. വയറ് നിറച്ച് നമ്മളൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും കഴിക്കാനില്ലാതെ ചിലപ്പോ തോൽപാത്രങ്ങൾ അവര് കഷ്ണങ്ങളാക്കുന്നുണ്ട്, അത് വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ നോക്കും. ഭീകരമായിരുന്നു ആ രംഗം. ഒരാളും മിണ്ടാനില്ല, സംസാരിക്കാനില്ല. ആ മലഞ്ചെരുവിൽ പോയാൽ ഇവരുമായി ഇടപെടാതെ താമസിക്കാൻ കഴിയുമെന്ന് തീരുമാനിച്ചങ്ങോട്ട് യാത്ര പുറപ്പെടുമ്പോ ഖദീജ ബീവിയും റസൂലും നടത്തുന്ന ഒരു സംഭാഷണം ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഖദീജയോട് പറയുന്നുണ്ട്, ഖദീജ, ബനൂ ഹാഷിം ആണല്ലോ പോകേണ്ടത്, അതുകൊണ്ട് ഖദീജ പോരണ്ട, നിങ്ങൾ പോരണ്ട. എന്തേ? നിങ്ങൾ വേറെ കുടുംബത്തിലുള്ള ആളല്ലേ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കുടുംബങ്ങളും ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ പ്രതാപികളല്ലേ, അതുകൊണ്ട് നിങ്ങൾ പോരണ്ട. ഖദീജ ബീവിക്ക് അങ്ങനെ, എന്നാ എന്റെ ഭർത്താവ് പോയിക്കോട്ടെ, എന്നെ ഇവരാരും തടയില്ലല്ലോ എന്ന് കരുതാൻ പറ്റുമോ? ഖദീജ ബീവി എന്ന മുത്ത് റസൂലിനെ വല്ലാതെ സ്നേഹിച്ച ഈ മഹദി പോയി, റസൂലുള്ളാഹിന്റെ കൂടെ പോയി. ഈ പട്ടിണിയിൽ അവർ പങ്കാളിയായി. ആ ഉപരോധം കഅബ ശരീഫിന്റെ ചുമരിൽ അവർ ലിഖിതമായി രേഖപ്പെടുത്തി, അവർ തൂക്കിയിട്ടുകൊണ്ട് ആ ഉപരോധം ശക്തമായി മുന്നോട്ട് പോയി. 3 വർഷം കഴിഞ്ഞ ആ ഉപരോധം അത് കഴിഞ്ഞ് റസൂലുള്ളാഹിയും കൂട്ടരും തിരിച്ചു വന്നിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഈ പ്രതിസന്ധികൾ കാരണത്താൽ ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു. ഹിജ്റക്ക് മുമ്പേ ഖദീജ ബീവി വിട പറഞ്ഞു. പക്ഷെ ഈ ഖദീജ ബീവിയാണ് ആര്? ഖദീജ ബീവി ഹിജ്റ പോയിട്ടില്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ എന്ന് പറഞ്ഞതിൽ ഖദീജ ബീവി ഇല്ല. പക്ഷെ ഈ ഖദീജ ബീവി ആരാണ്? റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നായികയാണ്. എന്താ കാര്യം? റസൂലുള്ളാഹിയുടെ കൂടെ കൂടി റസൂലുള്ളാഹിക്ക് വേണ്ടി, അല്ലാഹ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളും ചെയ്തത്. അങ്ങനെ ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്? അല്ലാഹ്ക്ക് വേണ്ടി നാട് വിടുകയാണ്,
അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് നിർബന്ധമായ ഒരു സാഹചര്യം ആയിട്ട് പോലും അള്ളാഹുവിന് വേണ്ടിയിട്ട് ദീൻ അടിയുറച്ച് അതിനു വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുകയാണ്. എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം? നഷ്ടം കുറേ ഉണ്ടാവും. ഹിജ്റക്ക് നഷ്ടങ്ങൾ കുറെ ഉണ്ട്. നഷ്ടങ്ങളേ ഉള്ളൂ. നാട് നഷ്ടപ്പെടുകയാണ്, സമ്പത്ത് നഷ്ടപ്പെടുകയാണ്, ഭാര്യയെ ഒഴിവാക്കേണ്ടി വരികയാണ്, കുടുംബങ്ങളെ ഒഴിവാക്കേണ്ടി വരികയാണ്. അവരാർക്ക് വേണ്ടിയിട്ടാ പോണത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രസ്താവനയുണ്ട്. ഇബ്രാഹിം നബിയാണല്ലോ ലോകത്തിന്റെ മുമ്പിൽ ഹിജ്റയെ പരിചയപ്പെടുത്തുന്ന കാൽപാദത്തിന്റെ ഉടമ. കഅബാലയത്തിന്റെ മുൻ കഅബ കാണുമ്പോ, കഅബയുടെ ചിത്രം കാണുമ്പോ, കഅബയിലേക്ക് പോകുമ്പോ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഒരു സ്വർണ്ണ നിറമുള്ള ഒരു കൂട്ടിൽ ആ മഖാമു വെച്ചിരിക്കുകയാണ്. അവിടെ എന്താ ഉള്ളത്? മഖാമിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടിയ കാലിന്റെ അടയാളാണ്. കാലിന്റെ അടയാളം. ആ കാലിന്റെ അടയാളത്തെ മഖാം എന്ന് പറഞ്ഞ നിൽക്കുന്ന സ്ഥലം, ഇബ്രാഹിം നബി നിന്ന സ്ഥലം, ആ സ്ഥലത്തെ ഖുർആൻ പരിചയപ്പെടുത്തി അതിന്റെ പിന്നിൽ നമ്മൾ നിസ്കരിക്കുകയാണ്. തവാഫ് കഴിഞ്ഞാൽ നിസ്കരിക്കുകയാണ്. എന്താ ഈ കാലിന് ഇത്ര വലിയ പ്രത്യേകത? ആ കാല് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹിജ്റ നടത്തി. ഇറാനിലാണ് ജനിക്കുന്നത്. ആ ഇറാനിൽ നിന്ന് യാത്ര പോവുകയാണ്, ദീർഘദൂരം സഞ്ചരിക്കുകയാണ്. അവിടെ നിന്ന് ഫലസ്തീനിലെത്തുകയാണ്, അവിടെ നിന്ന് മക്കയിലെത്തുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാണ്. ആ നടന്ന കാൽപാദം ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹു ഒരു അടയാളമാക്കി വെക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ മനസ്സിൽ എന്തായിരുന്നു ഖുർആൻ പറയുന്നുണ്ട്. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ ഫലസ്തീനിലേക്കാണ് പോണത് എന്നല്ല, ഞാൻ മക്കയിലേക്കാണ് പോകുന്നത് എന്നല്ല, ഞാൻ എന്റെ റബ്ബിലേക്കാണ് യാത്രയാവുന്നത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ ആ നാടിനെ ഒഴിവാക്കുന്ന ആളാണ്. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഹിജ്റ പോവുകയാണ് മദിയനിലേക്ക്. പിന്നെ ആ മദിയനിൽ 10 കൊല്ലം താമസിച്ച് മഹാനവറുകൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ നിങ്ങൾ നോക്കണം, ആ യാത്ര, അന്നത്തെ യാത്ര ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് എന്താണ് ശക്തി? എന്താണ് അദ്ദേഹത്തിന് കിട്ടുക? മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുന്ന കാര്യമാണ്, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ. നിങ്ങൾ രണ്ടുപേരും ഈ യാത്ര കഴിഞ്ഞ് നിങ്ങളും നിങ്ങളുടെ സഹോദരനായ ഹാറൂനും നിങ്ങൾ ഫറോവയുടെ അടുക്കൽ ചെല്ലണം. അവൻ വഴികേടിലായ ആളാണ്. അവനോട് മര്യാദക്ക് നിങ്ങൾ സംസാരിക്കണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മൃദുലമായിട്ട് എന്നെ കുറിച്ച്, ദീനിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഒന്നുകിൽ അവൻ കാര്യം ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആള് ആയേക്കാം. അപ്പൊ ഇവർ രണ്ടുപേരും അള്ളാഹിനോട് പറയണം, ഞങ്ങൾക്ക് പണ്ട് പരിചയമുള്ള ആളാണെങ്കിലും ഇപ്പൊ അവൻ അത്ര പരിചയമല്ല. മാത്രമല്ല അവൻ ഞങ്ങളോട് ക്രൂരമായി പെരുമാറിയാലോ. ഖാലാ റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ യത്ഗാ, അവൻ ഞങ്ങളോട് അതിക്രമം കാണിക്കുമോ, അവൻ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് എന്ന് മൂസാ നബിയും ഹാറൂൻ നബിയും അല്ലാഹുവിനോട് തിരിച്ചു പറഞ്ഞപ്പോൾ എന്താണ് ഇതിന്റെ നേട്ടം എന്നാണ് ഞാൻ പറയുന്നത്. ഖാല, അവർ രണ്ടുപേരും പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് പറയുകയാണ്, ഖാല ലാ തഖാഫാ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല, നിങ്ങളോടൊപ്പം എല്ലാം കാണുന്നവനായും കേൾക്കുന്നവനായും നാം ഉണ്ടാകും. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, തിന്മകളെ വെടിയാൻ തയ്യാറായാൽ, നമ്മുടെ നിഷിദ്ധമായ സംസ്കാരങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ നമ്മൾ ഒരുങ്ങിയാൽ, നമുക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടാവും, പക്ഷെ കൂടെ ആരുണ്ടാവും? അള്ളാഹു ഉണ്ടാകും. അതാണ് ഹിജ്റയുടെ ഓർമ്മപ്പെടുത്തലിലൂടെ ഖുർആൻ നമ്മോട് പറയുന്നത്. ആ വാചകം കൂടെ ഓതി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ആ സംഭവം പറയാണ്. ആരോടാ പറയുന്നത് നമ്മൾ ചിന്തിക്കണം. സ്വഹാബികളോടാണ് പറയുന്നത്. സ്വഹാബികളെ, നിങ്ങൾ നബിയുടെ കൂടെ ആരും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ മുത്ത് നബിയെ വിശ്വസിച്ചു, അംഗീകരിച്ചു, നിങ്ങൾ ഉൾക്കൊണ്ടു.
നിങ്ങളെല്ലാം ഉൾക്കൊണ്ടു. വലിയ ത്യാഗങ്ങൾ. ഹബീബായ നബിയുടെ പ്രിയതമയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോകാൻ ആഹ്വാനം ചെയ്തപ്പോൾ ഞാനും എന്റെ ഭർത്താവും എന്റെ പ്രിയപ്പെട്ട സലമ എന്ന കുഞ്ഞും കൂടെ യാത്രക്കൊരുങ്ങുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബസ് കയറി പോകുന്നത് പോലെയോ ട്രെയിനിൽ പോകുന്നത് പോലെയൊന്നും അല്ല. പോകുന്നതാരും കാണാൻ പാടില്ല, ഒളിച്ചോടുകയാണ്, വീടും കുടുംബവും ഒക്കെ ഒഴിവാക്കി പോവുകയാണ്. അവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു പറ്റം ആളുകൾ ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ മക്കയെ ഉപേക്ഷിച്ചവർ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ ഭർത്താവായ സലമ എന്ന മഹാൻ, അബൂ സലമ എന്ന ആ മഹാൻ, അദ്ദേഹം ഒരൊട്ടകപ്പുറത്ത് ഭാര്യയായ എന്നെ കയറ്റി, എന്റെ കുഞ്ഞിനെയും കയറ്റി ഞങ്ങൾ 2 ഒട്ടകങ്ങളിലായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഞങ്ങളിങ്ങനെ പോകുന്നത് ആരൊക്കെയോ കണ്ടു. അങ്ങനെ കണ്ട് ആദ്യം ഒരു വിഭാഗം ഇങ്ങ് വന്നു. കുറച്ചു കഴിഞ്ഞപ്പോ വേറെ ഒരു ടീമും വന്നു. ആദ്യം വന്ന ആളുകൾ ബനൂ മുഗീറത്ത് ബിനു മഖ്സൂം എന്ന കുടുംബക്കാരായിരുന്നു. അവര് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകാൻ പറ്റില്ല. എന്നെ പിടിച്ചു, എന്നെ വലിച്ചു, എന്നെ അവർ അവരുടെ ഒട്ടകത്തിൽ കയറ്റിയിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ പിടിച്ചു വലിച്ചു. ആര്? രണ്ടാമത്തെ കുടുംബം ബനു അബ്ദുൽ അസദ് എന്ന് പറയുന്ന കുടുംബം വന്നിട്ട് ഈ കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, നിങ്ങൾ അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ മർദ്ദിച്ചു, ദ്രോഹിച്ചു. ഉമ്മയെ കൊണ്ടുപോയി ഒരു കൂട്ടര്, മകനെ കൊണ്ടുപോയി വേറെ ഒരു കൂട്ടര്. വർഷങ്ങളോളം പിന്നീട് ഈ ഉമ്മാക്കും മകനും ഭർത്താവിനും കൂടെ കഴിയാൻ സാധ്യമാകുന്നില്ല. അബൂ സലമ ഒറ്റക്ക് പോയി, മദീനയിലെത്തി. പിന്നെ പല തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവരൊന്നാകുന്നത്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്നറിയോ? ഉമ്മു സലമയൊന്നും നമുക്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ലല്ലോ. ഈ അബൂ സലമ എന്നവർ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പിന്നീട് ഉമ്മു സലമയെ കല്യാണം കഴിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിമാരിൽ ഒരാളാണ്. അവരൊക്കെ ത്യാഗം സഹിച്ചവരാണ്. അപ്പൊ ഇങ്ങനെ ത്യാഗം സഹിച്ച നബിയുടെ കൂടെ നിന്ന, ഹിജ്റ പോകാൻ പറഞ്ഞപ്പോ നാട് ഞങ്ങൾ ഒഴിവാക്കാം എന്ന് പറഞ്ഞ ഈ സ്വഹാബികളോട് അല്ലാഹു തആല പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ റസൂലുള്ളാഹിയെ സഹായിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സഹായമൊന്നും മുത്തുനബിക്ക് ആവശ്യമില്ല. സ്വഹാബികളോട് അല്ലാഹു പറയാണ്, നിങ്ങൾ നബിയുടെ കൂടെ നിന്നില്ല, സഹായിച്ചില്ല എന്ന് കരുതിയിട്ട് റസൂലുള്ളാഹിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ കാര്യം? ഈ ഹിജ്റ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നബിയെ സഹായിച്ചതിന്റെ അടയാളമാണ്. ഫഖദ് നസറഹുല്ലാഹ്, നിശ്ചയം അല്ലാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. എപ്പോ? ഇദ് അഖ്റജഹുല്ലദീന കഫറൂ സാനിയസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. ആ രണ്ടാളുകളെയും ഇത് അഖ്റജഹുല്ലദീന കഫറൂ, ആ നിഷേധികളായ ആളുകൾ നബിയെ പുറത്താക്കിയല്ലോ. അങ്ങനെ അവര് ഗുഹയിൽ പോയിരുന്നല്ലോ. അപ്പോ അള്ളാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായിച്ച സംഭവം എന്താണ്? സിദ്ദീഖ് എന്നവരും നബിയും ഒരുമിച്ച് അവരിങ്ങനെ ഗുഹയിലിരിക്കുകയാണ്. ഗുഹയിലിരിക്കുമ്പോ ഖുറൈശികൾ റസൂലുള്ളാഹിനെ തപ്പി വരുന്നുണ്ട്. കഥയൊക്കെ നമുക്കറിയാലോ. അപ്പൊ ഗുഹയിൽ നിന്ന് ഈ ഖുറൈശികളുടെ കാലുകള് റസൂലും സിദ്ദീഖ് എന്നവരും കാണുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിറച്ചുപോയി. നബിയോട് ചോദിച്ചു, നബിയെ അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ. ഇപ്പൊ അവരുടെ കാലുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഗുഹയുടെ ഒരു താഴ്ഭാഗമാണ്. അപ്പൊ അവരിങ്ങനെ മുകളിൽ കാലുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കാണൂലേ നബിയേ? അപ്പോഴാണ് നബി പറയുന്ന മറുപടി, ഇദ് അഖ്റജഹുല്ലദീന കഫറൂ സാനിയസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇദ് യഖൂലു ലിസാഹിബി, തന്റെ കൂട്ടുകാരനായ അബൂബക്കർ എന്നവരോട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ, സങ്കടപ്പെടണ്ട, ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഹിജ്റയുടെ ശക്തി അതാണ്. ഹജ്ർ ചെയ്യുന്നവരുടെ ശക്തി അതാണ്. അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർക്ക് റബ്ബ് നൽകുന്ന കഴിവ് അതാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു നബിയുടെ മേൽ സകീനത്തിനെ അവതരിപ്പിച്ചു, ശാന്തതയെ അവതരിപ്പിച്ചു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സൈന്യങ്ങളെ കൊണ്ട് നബിക്ക് അല്ലാഹു തന്റെ ഇടവും ശക്തിയും നൽകി.
വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ, നിഷേധികളായ ആളുകളുടെ വർത്തമാനങ്ങളെല്ലാം അധസ്ഥിതമായി പോയി, താഴ്ന്നുപോയി. വകലിമത്തല്ലാഹി ഹിയൽ ഉല്യാ വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹുവിന്റെ ആ കലിമത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഉന്നതമായ വാക്യം, അത് ഏറ്റവും ഉന്നതമായി പോയി. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ ഈ ഹിജ്റയുടെ ഓർമ്മയിൽ എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുവാനുള്ള സന്ദേശം. ഹിജ്റ എന്ന് പറഞ്ഞാല് മക്കയെ, പിറന്ന നാടിനെ അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോയി അള്ളാഹു സഹായിച്ചു, അവിടെ വലിയ ഉയർച്ച നൽകി എന്നതുപോലെ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തില് പടച്ചവൻ ഇഷ്ടപ്പെടാത്ത, ദീനിനെ യോജിക്കാത്ത എല്ലാ അധർമ്മങ്ങളെയും തിന്മകളെയും നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക, ഹറാമുകളെ ഒഴിവാക്കാൻ തയ്യാറാവുക, അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാവുക. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ഈ മുഹറം മാസത്തിന്റെ പ്രാരംഭ ദിനങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട ദിനങ്ങളാണ്. മുഹറം 9-നും 10-നും പ്രത്യേകമായി നോമ്പ് നോൽക്കൽ സുന്നത്താണ്. വ്യാഴാഴ്ച 9-ഉം അടുത്ത വെള്ളിയാഴ്ച 10-ഉമാണ്. ആ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോറ്റ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈ കൊല്ലത്തിന്റെ പ്രാരംഭത്തിലുള്ള ആശ്വാസത്തെക്കാളും സന്തോഷത്തെക്കാളും ഇതിന്റെ ഓരോ ദിവസങ്ങളിലും നീ സമാധാനവും റാഹത്തും നൽകണേ റബ്ബേ. കച്ചവടങ്ങളിലൊന്നും പരാജയം നൽകല്ല റഹ്മാനെ. ജോലികളിലും അപകടങ്ങൾ നൽകല്ല റഹ്മാനെ. യാത്രകളിൽ സമാധാനം